പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ദൃശ്യവിസ്മയമായ പാമ്പൻ പാലവും ധനുഷ്കോടിയുമാണ്. ആ വീഡിയോ കാണുന്നതിനായി ഞാൻ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിൻ്റെ തെക്കു കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ തുറമുഖ പട്ടണമാണ് ധനുഷ്കോടി. ധനുഷ്കോടിയെ വൻകരയുമായി ബന്ധിപ്പിക്കുന്നത് ഈ പാമ്പൻ പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ടതും 1914 ഫെബ്രുവരി 14 ജനങ്ങൾക്ക് തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്തത് പാലമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലത്തിന് രൂപകൽപ്പന ചെയ്തു. 1925 ഏപ്രിൽ 25-ന് 535 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ കടൽപ്പാലം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോകൾ എടുത്തത്. ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പോലീസുകാർ സമ്മതിക്കില്ല. അവർ വിസിലടിച്ച് നമ്മളെ വന്ന് തിരിച്ചു പോകാൻ ആവശ്യപ്പെടും. കപ്പലുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കി പകുത്തുമാറ്റാൻ കഴിയുന്ന തരത്തിലാണ് ഈ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം. രാജ്യത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ വിസ്മയങ്ങളിൽ ഒന്നായിട്ടാണ് ഈ പാലത്തെ കണക്കാക്കുന്നത്. 2345 മീറ്റർ നീളമുള്ള രാജ്യത്തെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ കടൽപ്പാലം എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. നീലയും പച്ചയും ഇടകലർന്ന ജലപ്പരപ്പിന് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന പാമ്പൻ പാലം എന്തൊരു പ്രൗഢിയും ഗംഭീരവുമായ ഒരു കാഴ്ച. ധനുഷ്കോടിയിലെ പുതിയ വിളക്കുമാടം ആണ് ഈ കാണാൻ പോകുന്നത്. 2022 മെയ് 14-നാണ് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 49 മീറ്റർ ഉയരമുള്ള ഈ വിളക്കുമാടത്തിൽ കയറിയാൽ 360 ഡിഗ്രിയിലുള്ള ദൃശ്യങ്ങൾ നമ്മൾക്ക് നയനാനന്ദകരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കടലിൻ്റെ നടുക്കേക്ക് ഇറക്കി കെട്ടിയ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ നിൽക്കുമ്പോൾ വലിയ തിരമാലകൾ ഈ ഭാഗത്തേക്ക് അടിച്ചു വരുമ്പോൾ അതിൽ നനഞ്ഞ് നമുക്ക് ഒരു പുതിയ അനുഭവം ഉണ്ടാകുന്നതാണ്. ധനുഷ്കോടിയുടെ സുന്ദരമായ ദൃശ്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ഹിന്ദുമത വിശ്വാസപ്രകാരം കാശി തീർത്ഥാടനം പൂർത്തിയാക്കണമെങ്കിൽ രാമേശ്വര ക്ഷേത്ര ദർശനവും സേതുസ്നാനവും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. പല ഭാഗങ്ങളിലുള്ള കടൽ പലതരത്തിലുള്ള നിറങ്ങളാണ്, വ്യത്യസ്ത നിറങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വളരെ ഭംഗിയാർന്നൊരു ദൃശ്യം. ഒരു സീനറി വരച്ച ശ്രീരാമസ്വാമി നിർമ്മിച്ച രാമസേതുവിൻ്റെ അവശിഷ്ടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം 18 കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കെട്ടുകളുടെ ഒരു നിര ധനുഷ്കോടിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മുനമ്പ് വരെയൊന്നും വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല. നല്ല ചൂടിനെ വകവയ്ക്കാതെ ഞങ്ങൾ നടന്നു. ഒരു ഐതിഹാസിക കഥയോടെ ധനുഷ്കോടിയെ പറ്റിയുള്ള വിവരങ്ങൾ പറയാം. ധനുഷ്കോടിയുടെ അറ്റത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണിത്. ഒരു സ്തംഭം. ഹിന്ദു പുരാണ പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തൻ്റെ ധനുസ്സുകൊണ്ട് അടയാളപ്പെടുത്തിയതായിരുന്നു ധനുഷ്കോടിയുടെ തെക്കേ അറ്റം എന്നാണ് ഐതിഹ്യം. യുദ്ധാനന്തരം തിരികെ വരുമ്പോൾ രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ്റെ അപേക്ഷ പ്രകാരം ഭാരത തീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിൻ്റെ ഒരറ്റം ശ്രീരാമൻ തൻ്റെ ധനുസ്സിൻ്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു. ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ധനുഷ്കോടി എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. മുനമ്പ് ഭാഗം ചെറിയ കന്മതിൽ കെട്ടി ഉറപ്പിച്ച് നിർത്തുകയും അതിനപ്പുറത്തെ കുറച്ച് ഭാഗം കൂടി വലിയ കരിങ്കല്ലിട്ട് ദൃഢമായി ഉറപ്പിച്ച് നിർത്തുകയും ചെയ്തിരിക്കുന്നു. അപകടം പിടിച്ചതാണെങ്കിലും ധാരാളം ആളുകൾ അപ്പുറത്തേക്ക് കടന്ന് ഫോട്ടോകൾ എടുക്കുകയും തിരിച്ചു കയറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 1800 പേർ മരണമടയുകയും സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ
അതിലെ 115 യാത്രക്കാരോടൊപ്പം ഒലിച്ചു പോവുകയും ചെയ്തു. 1964 ഡിസംബർ 22 മുതൽ 25 വരെ ബംഗാൾ ഉൾക്കടലിലുണ്ടായ ഒരു ന്യൂനമർദ്ദം കാരണം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ ഒരു വലിയ മണൽത്തിട്ട പോലെ കിടന്നിരുന്ന ധനുഷ്കോടി പ്രദേശമാകെ തകർന്നടിയുകയും ഏകദേശം 1800 പേർ മരണമടയുകയും ചെയ്തു. സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ അതിലെ 115 യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ഒലിച്ചു പോവുകയും ചെയ്തു. 1964 മുമ്പ് ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്ന ധനുഷ്കോടി 64 അതിഭയങ്കരമായ ചുഴലിക്കൊടുങ്കാറ്റിൽപ്പെട്ട് പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ഇന്നും കാര്യമായ ജനവാസമില്ലാതെ ഒരു പ്രേതനഗരമായി തുടരുകയും ചെയ്യുന്നു. ധനുഷ്കോടിയുടെ മുനമ്പത്ത് നിന്ന് കഴിഞ്ഞാൽ ശ്രീലങ്ക കാണാമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതൊരു ടെലസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയേ സാധ്യമാകൂ എന്നാണ് അറിഞ്ഞത്. അതീവ ദൃശ്യചാരുതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് എനിക്ക് ലൈക്കും സപ്പോർട്ടും തന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.